എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് മോർണിംഗ് ടീയിലേക്ക് സ്വാഗതം. കേരള ചരിത്രമാണ്. അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ചായക്കൊപ്പം നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, നമ്മൾ ഗ്രഹിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. തെറ്റിപ്പോകല്ലേ തെറ്റിപ്പോകല്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രാവിലെ നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത്, നമ്മൾ മോർണിംഗ് ടീ ആയിട്ട് അവതരിപ്പിക്കുന്നു. നിങ്ങൾ കാണുന്നത് എപ്പോഴാണെങ്കിലും ആവർത്തിച്ച് കേൾക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന സംഭവങ്ങൾ. തെറ്റിപ്പോകല്ലേ. എന്താണ് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്? ശാസനങ്ങളെ കുറിച്ചാണ്. ഒറ്റ വായനയിൽ നമുക്ക് മാർക്ക് കിട്ടാവുന്ന ഒരു സാധനമാണ്. ഒറ്റ വായനയിൽ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്, ഡീറ്റെയിൽഡ് സാധനമുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം മോർണിംഗ് ടീയിൽ ഒന്ന് നോക്കാൻ വേണ്ടി മലയാള ലിപി ഉപയോഗിച്ച ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. മലയാള ലിപി ഉപയോഗിച്ച, തെറ്റിപ്പോകാൻ നല്ല സാധ്യതയുള്ള ഭാഗമായി ഈ ഒരു 5-6 കാര്യങ്ങൾ. മലയാള ലിപി, മലയാള വാഴപ്പള്ളി. സ്വസ്തിശ്രീ എന്നാരംഭിക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം. സ്വസ്തിശ്രീ. ആ തരിസാപ്പള്ളി ശാസനത്തിന്റെ മറ്റൊരു പേരാണ് കോട്ടയം ചെപ്പേടുകൾ. അപ്പൊ മലയാള ലിപി ഉപയോഗിച്ച ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനം, സ്വസ്തിശ്രീ എന്നാരംഭിക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം അഥവാ കോട്ടയം ചെപ്പേടുകൾ. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം മാമ്പള്ളി ശാസനം. നമ്മൾ കലിയുഗം എന്ന് പറയാറില്ലേ, ആ കലിവർഷം ഉപയോഗിച്ച ശാസനം ഹജൂർ ശാസനം. 4 കാര്യങ്ങൾ നോർത്തെ. എന്തൊക്കെയാ? മലയാള ലിപി ഉപയോഗിച്ച ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനം, സ്വസ്തിശ്രീ എന്നാരംഭിക്കുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം അഥവാ കോട്ടയം ചെപ്പേടുകൾ, കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം മാമ്പള്ളി ശാസനം, കലിവർഷം ഉപയോഗിച്ച ആദ്യ ശാസനം ഹജൂർ ശാസനം. ക്ലിയർ ആയ മക്കളെ? എത്ര തവണയാ ചോദിച്ചതെന്നറിയാമോ? ഇത് ജോസഫ് റബ്ബാൻ എന്ന ജൂത പ്രമാണിക്ക് ലഭിച്ച ശാസനം ജൂതശാസനം. ആ പേരിലുണ്ട് ജൂതപ്രമാണി, ജൂതശാസനം. ജോസഫ് റബ്ബാൻ. ജൂതശാസനം ഏത് വ്യാപാരിക്കാണ് ലഭിച്ചത്, നൽകിയത്? ജോസഫ് റബ്ബാൻ. നമ്മൾ നേരത്തെ തരിസാപ്പള്ളി ശാസനം പഠിച്ചില്ലേ? തരിസാപ്പള്ളി ശാസനം, സ്വസ്തിശ്രീയിൽ നിന്ന് ആരംഭിക്കുന്ന ശാസനം, അത് മാർ സപ്പീർ ഈസോയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പൊ തെറ്റിപ്പോകാൻ അവിടെ ആഡ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അത്. ഏതാ? മാർ സപ്പീർ ഈസോ. ഇദ്ദേഹമാണ് കൊല്ലം പട്ടണത്തിന്റെ സ്ഥാപകൻ. തരിസാപ്പള്ളി ശാസനം സിറിയൻ ക്രിസ്ത്യാനിയ മാർ സപ്പീർ ഈസോ. കൊല്ലത്തെ സിറിയൻ പള്ളി തരിസാപ്പള്ളിക്ക് അവകാശാധികാരങ്ങൾ നൽകുന്നതാ. അയ്യനടികൾ തിരുവടികൾ തയ്യാറാക്കുന്നു. മാർ സപ്പീർ ഈസോ എന്ന സിറിയൻ ക്രിസ്ത്യാനി വ്യാപാരിക്കും പുരോഹിതനുമൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിനാണ് ഇത് നൽകുന്നത്. എന്നാൽ ഇവിടെ ജൂതരാണ്. ജോസഫ് റബ്ബാൻ എന്ന ജൂത പ്രമാണിക്കാണ് ജൂതശാസനം നൽകുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ ശ്രീമൂലം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്ന ശാസനം ഏത്? പാല്യം ശാസനം. മതസഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായ ശാസനം പാല്യം ശാസനം. ശ്രീമൂലം ചെപ്പേടുകൾ. കോട്ടയം ചെപ്പേട് തരിസാപ്പള്ളി ശാസനം, ശ്രീമൂലം ചെപ്പേട് പാല്യം ശാസനം. സപ്പീർ ഈസോയ്ക്ക് കിട്ടിയത് തരിസാപ്പള്ളി, ജോസഫ് റബ്ബാന് കിട്ടിയത് ജൂതശാസനം. ഇതേണ്ടേ, ഇതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. തിരുവിതാംകോട് ശാസനം മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിച്ച ശാസനം. മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിച്ച ശാസനം തിരുവിതാംകോട് ശാസനം. അല്ലേ? കോട്ടയം കേരളവർമ്മ എന്ന ഒരു രാജാവ് അല്ലേ ആരാധനയ്ക്കായി തിരുവിതാംകൂറിലേക്ക് വരുന്നു. ഇവിടുത്തെ ആതിഥ്യം സ്വീകരിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ 2 പരിപാടികൾ കണ്ടു. അദ്ദേഹം മനസ്സിലാക്കി, മണ്ണാപ്പേടി, പുലപ്പേടി ചില പ്രത്യേക മാസങ്ങളിൽ, ചില പ്രത്യേക ദിവസങ്ങളിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ സന്ധ്യാനേരത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ വന്നാൽ താഴ്ന്ന ജാതിക്കാർ, മണ്ണാന്മാരും പുലയന്മാരും, താഴ്ന്ന ജാതി അധസ്ഥ വിഭാഗക്കാർ എന്ന് മാറ്റി നിർത്തപ്പെട്ടവർ എന്ത് ചെയ്യും? അവർക്കൊരു അധികാരമുണ്ട്, ഒരു അവകാശം കൊടുത്തിരുന്നു. അവർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് ലഭിച്ചിരുന്നു അവകാശം. എന്താ?
ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പെൺകുട്ടിയുടെ നേരെ ഒരു കല്ലോ കമ്പോ എടുത്തെറിയുക, കണ്ടേ എന്ന് വിളിച്ചു പറയുക, അവൾ അവന് സ്വന്തമായി. ഇതാണ് മണ്ണാപ്പേടി പുലപ്പേടി. മനസ്സിലായില്ലേ? അതുകൊണ്ട് സന്ധ്യാനേരത്ത് ചില പ്രത്യേക ദിവസങ്ങളിൽ സ്ത്രീകളെ പുറത്തിറക്കില്ല. നോക്കേ, നമ്മുടെ നാട്ടിലൊക്കെ മുത്തശ്ശിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. സന്ധ്യക്ക് സ്ത്രീകൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അകത്ത് കയറി പോടി എന്ന് പറയാറില്ലേ? പഴയ ഒരു സിസ്റ്റം ഇത്. മണ്ണാപ്പേടി പുലപ്പേടി. ഈ സിസ്റ്റം എടുത്തു കളഞ്ഞത് ഏതാ? തിരുവിതാംകോട് ശാസനമാണ് അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ചില കുട്ടികളൊക്കെ പറയുവാണ്, ചില പക്ഷെ മാറ്റിയത് വലിയ പ്രശ്നമായി. മാറ്റേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പൊക്കെ അവസ്ഥ ഉണ്ടല്ലോ, വീട്ടുകാരെ എതിർക്കപ്പെടുന്ന റിലേഷൻഷിപ്പൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇത് മതിയായിരുന്നു, പരിപാടി മതിയായിരുന്നു. നീ വെളിയിലോട്ട് ഇറങ്ങി നില്ല്, ഞാൻ കല്ലെടുത്തെറിയാം, സ്വന്തം ആവുമല്ലോ. പക്ഷെ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചിരുന്നു? പല ഉന്നത കുലജാതരും ഈ സാധാരണ ഈ താഴ്ന്ന ജാതിക്കാരെ പിള്ളേരെ ചെറുപ്പക്കാരെ ഉപയോഗിച്ചിരുന്നു. കൂലിക്ക് നിർത്തും എറിയാൻ. അവന് വേണ്ടി ഇവൻ എറിയും, പെണ്ണിനെ എടുക്കുന്നത് ഇവനായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണാപ്പേടി പുലപ്പേടി എന്ന ആചാരങ്ങൾ നിരോധിച്ച ശാസനം തിരുവിതാംകോട് ശാസനം എന്ന് ഓർത്തു വച്ചിരിക്കും. അതുപോലെ പുതുവൈപ്പ് വർഷം 1341, പുതുവൈപ്പ് വർഷം, നമ്മുടെ പെരിയാർ വെള്ളപ്പൊക്കം ഉണ്ടായ കാലഘട്ടത്തെ തുടർന്ന് ഒരു പുതിയ വർഷം രൂപപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതുവൈപ്പ് വർഷം എന്നാ പറയുന്നത്. ആ പുതുവൈപ്പ് വർഷം രേഖപ്പെടുത്തിയ ശാസനം ചേന്ദമംഗലം ശാസനം. ഈ ശാസനങ്ങൾ കയ്യിൽ നിന്ന് പോകരുത്. ഒന്ന് ആവർത്തിച്ച് വായിച്ചു വെക്കോ. പിന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ ശാസനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ഇവ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചൊന്ന് കേട്ടു നോക്കുക. നല്ലൊരു സാധനങ്ങളാണ്. തിരിഞ്ഞു പോകാതിരിക്കാൻ, തെറ്റിപ്പോകരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.